ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SAT ചാപ്റ്റർ വൈസ് ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ 10ാമത്തെ ചാപ്റ്ററാണ് ജനാധിപത്യവും അവകാശങ്ങളും. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇവിടെ പറഞ്ഞേക്കുന്നത് ഇന്ന് വായിച്ചു നോക്കാം. രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിനു വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത്. ഇത് നേടിയെടുക്കുകയാണെൻ്റെ ലക്ഷ്യം. ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാവും. ഇത് പറഞ്ഞത് നെൽസൺ മണ്ടേലയാണ്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് നോക്കാം. ദക്ഷിണാഫ്രിക്കയിലെ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിനെതിരെ സമരം നയിച്ച നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ് നമ്മൾ വായിച്ചത്. എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ജനാധിപത്യം? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണമാണ് ജനാധിപത്യം. ജനാധിപത്യ വിരുദ്ധ ഗവൺമെന്റുകൾ എവിടെയൊക്കെ നിലനിൽക്കുന്നു അവിടെയൊക്കെ ജനാധിപത്യ പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ജനാധിപത്യ ഭരണക്രമത്തിന് വേണ്ടി നടന്ന സമരങ്ങളിൽ ശ്രദ്ധേയമായ ഒരു ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. ഏതാണ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം. അതേപോലുള്ളതാണ് ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, നേപ്പാളിലെ ജനാധിപത്യ പ്രക്ഷോഭം, മ്യാൻമാറിലെ ജനാധിപത്യ പ്രക്ഷോഭം. ഇനിയും നെൽസൺ മണ്ടേലയെ കുറിച്ച് നോക്കാം. ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയ് ഗ്രാമത്തിൽ കസോസ ഗോത്രവിഭാഗത്തിൽ 1918 ജൂലൈ 18 ജനിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി പോരാടി. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര പോരാളിയായിരുന്നു അദ്ദേഹം. രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കപ്പെട്ട അദ്ദേഹത്തിന് 26 വർഷവും 7 മാസവും 10 ദിവസവും ജയിലിൽ കഴിയേണ്ടി വന്നു. 1990 ഫെബ്രുവരി 11 ജയിൽ മോചിതനായ അദ്ദേഹം 1994 മെയ് 10 ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായി. 2013 ഡിസംബർ 5 95 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വലിയ സ്വീകാര്യത ലഭിക്കുമ്പോൾ തന്നെ വിവിധ രാജ്യങ്ങളിൽ ജനാധിപത്യേതര ഗവൺമെന്റുകൾ നിലനിൽക്കുന്നു. നോക്കിക്കേ, ഇവിടെ ജനാധിപത്യ ഗവൺമെന്റുകളെ മറ്റുള്ളവയിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് വ്യത്യസ്തമാക്കുന്നത്, എന്തൊക്കെ ഭരണക്രമങ്ങളാണ് ലോകത്ത് നിലനിൽക്കുന്നത്, അങ്ങനെയുള്ള ചില വാർത്താ തലക്കെട്ടുകളാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഭൂട്ടാൻ രാജാവ് 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തലസ്ഥാനത്തെത്തും. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരം സംവിധാനം നീതി ആയോഗ്. പ്രധാനമന്ത്രി. മ്യാൻമറിൽ പട്ടാള ഭരണകൂടത്തിനെതിരെ ജനാധിപത്യവാദികൾ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ബ്രൂണൈ സുൽത്താൻ തന്റെ പിൻഗാമിയെ ഇന്ന് പ്രഖ്യാപിക്കും. അപ്പോൾ ഈ 4 വാർത്താ തലക്കെട്ടിലും ഓരോ പ്രത്യേകതകളുണ്ട് അല്ലേ? നമുക്കതൊന്ന് ക്രോഡീകരിച്ച് നോക്കാം. നോക്കിക്കേ, വാർത്തകളിൽ തന്നിട്ടുള്ള രാജ്യങ്ങളും അവിടെ നിലനിൽക്കുന്ന ഗവൺമെന്റുകളെയും കുറിച്ച് നോക്കാം. രാജ്യം ആദ്യം ഭൂട്ടാൻ. ഗവൺമെന്റിന്റെ രൂപം എങ്ങനെയാണ്? ഭരണഘടനാപരമായ രാജവാഴ്ച. ഇന്ത്യ ജനാധിപത്യ ഭരണമാണ്. ബ്രൂണൈ സുൽത്താൻ ഭരണമാണ്. മ്യാൻമറില് പട്ടാള ഭരണമാണ്. നമ്മൾ കണ്ട ഗവൺമെന്റുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? നോക്കിക്കേ, ഭൂട്ടാൻ രാജാവും ബ്രൂണൈ സുൽത്താനും എങ്ങനെയാണ്? പിന്തുടർച്ച അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വരുന്നു. ഇവ എങ്ങനെയുള്ള ഭരണമാണ്? ജനാധിപത്യേതര ഗവൺമെന്റുകൾക്ക് ഉദാഹരണമാണ്. പട്ടാള ഭരണവും ജനാധിപത്യേതര ഗവൺമെന്റുകളിൽ പെടുന്നു. ഒരു വ്യക്തിയോ, ഇത് ശ്രദ്ധിക്കണം, ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര വ്യവസ്ഥ. എന്താണ്? ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര വ്യവസ്ഥ. ഇന്ത്യയിൽ എങ്ങനെയാണ്? ജനാധിപത്യ ഭരണമാണെന്ന് നമുക്കറിയാം. ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമത്തെ ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുന്നു. ഓക്കെ, നോക്കിക്കേ, ഇവിടെ ഒരു പട്ടിക കാണിച്ചിട്ടുണ്ട്. ജനാധിപത്യ ഗവൺമെന്റിന്റെയും ജനാധിപത്യേതര ഗവൺമെന്റിന്റെയും സവിശേഷതകളാണ്. നമുക്കതൊന്ന് വായിച്ചു നോക്കാമേ.
ജനാധിപത്യ ഗവൺമെന്റിൽ എങ്ങനെയാണ്? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ്. ജനാധിപത്യേതര ഗവൺമെന്റിലോ അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നു. ഇനി നോക്കിക്കേ, ജനാധിപത്യ ഗവൺമെന്റില് ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായി ഉറപ്പു നൽകുന്നു. എന്നാൽ ജനാധിപത്യേതര ഗവൺമെന്റിൽ എങ്ങനെയാണ്? ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. ഇനിയും ജനാധിപത്യ ഗവൺമെന്റിൽ എന്താണ് പറയുന്നത്? ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു. ജനാധിപത്യേതര ഗവൺമെന്റിൽ എങ്ങനെയാണ്? ഭരണാധികാരി നിയമത്തിന് അതീതനാണ്. കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമം. ഓക്കെ, അപ്പോൾ ഇതാണ് ജനാധിപത്യ ഗവൺമെന്റിന്റെയും ജനാധിപത്യേതര ഗവൺമെന്റിന്റെയും സവിശേഷത. ലോകത്ത് ഭൂരിഭാഗം രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് ജനാധിപത്യ ഭരണക്രമമാണ്. മറ്റുള്ള സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് അതിനുള്ള മേന്മകളാണ് അതിന് കാരണം. നോക്കിക്കേ, ജനാധിപത്യ ഗവൺമെന്റിന്റെ മേന്മകളാണ് പറഞ്ഞേക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ, ജനാഭിലാഷം മാനിക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇനി ഇവിടെ തന്നെ നോക്കിക്കേ, ഇവിടെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ടവയ്ക്ക് നേരെ നമ്മൾ ടിക്ക് അടയാളം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, കൃത്യമായ കാലപരിധിയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നു, അത് ശരിയായ കാര്യമാണ്. തലമുറകളായി കൈമാറുന്ന ഭരണക്രമമാണോ? അല്ല, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ജനപ്രതിനിധികളുടെ ഭരണമാണ്, അത് ശരിയായ കാര്യമാണ്. രാജാവിൻ്റെ അല്ലെങ്കിൽ സുൽത്താൻ്റെ അല്ലെങ്കിൽ പട്ടാള മേധാവിൻ്റെ ഭരണമാണോ? അല്ല, അത് തെറ്റായ കാര്യമാണ്. വ്യക്തി സ്വാതന്ത്ര്യം നിലനിൽക്കുന്നു, അത് ശരിയായ കാര്യമാണ്. കോടതികൾക്ക് നിയന്ത്രണമുണ്ടോ? ഇല്ല, അതും തെറ്റായ കാര്യമാണ്. ജനാഭിപ്രായം മാനിക്കുന്നു, അതും ശരിയായ കാര്യമാണ്. അപ്പോൾ ശരി വന്നേക്കുന്ന കാര്യങ്ങളൊക്കെ ജനാധിപത്യ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ജനാധിപത്യ ഗവൺമെന്റുകളെ ഇതര ഗവൺമെന്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം അവ ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ്. പൗരന്മാർക്ക് ജനാധിപത്യ ജീവിതം സാധ്യമാകണമെങ്കിൽ പൗരാവകാശങ്ങൾ നിലനിൽക്കണം. നോക്കിക്കേ, ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമുക്ക് ലഭ്യമായ ഏതാനും അവകാശങ്ങളാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ്? ജീവിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം. നമ്മൾ കണ്ടു നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള അവകാശങ്ങളുണ്ട് അല്ലേ? ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള അവകാശങ്ങളുണ്ട്. അപ്പോൾ ഈ അവകാശങ്ങൾ എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? ജനാധിപത്യ രാജ്യങ്ങളിൽ മാത്രമാണ് അവകാശങ്ങൾ ഫലപ്രദമായി സംരക്ഷിക്കപ്പെടുക. എന്താണ്? ജനാധിപത്യ രാജ്യങ്ങളിൽ മാത്രമാണ് അവകാശങ്ങൾ ഫലപ്രദമായി സംരക്ഷിക്കപ്പെടുക. ഇവിടെ ഒരു ബ്ലോഗ് കുറിപ്പ് കാണിച്ചിട്ടുണ്ട്, നമുക്കത് വായിച്ച് നോക്കാം. സ്പെയിൻ യാത്രയിൽ നിന്നും ഗിത്താർ പഠിക്കുന്നതിൽ നിന്നും എൻ്റെ സ്വപ്നങ്ങൾ മാറിയിരിക്കുന്നു. ജീവനോടെ ഇരുന്നാൽ മതി. അധിനിവേശമില്ലാതെ സ്വതന്ത്രരായി സമാധാനത്തോടെ ജീവിക്കുന്നത് എങ്ങനെയുണ്ടാകും? ഞാൻ ഒരിക്കലും അതറിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് മനോഹരമാണോ അത്? ഫറാ ബക്കർ എന്ന് പറയുന്ന ഒരു കുട്ടി പറയുന്നതാ. നമുക്കിതൊന്ന് വായിച്ച് നോക്കാം. ബാല്യകാലം മുതൽ യുദ്ധഭൂമിയിൽ ജീവിക്കേണ്ടി വന്ന 16-കാരിയായ പലസ്തീൻ പെൺകുട്ടിയുടെ വാക്കുകളാണിത്. സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത വിധം യുദ്ധം ഫറാ ബക്കറിന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തു. ഇതുപോലെ സ്വാതന്ത്ര്യം, സമാധാനം, അവകാശങ്ങൾ എന്നീ പദങ്ങളുടെ അർത്ഥം എന്തെന്നറിയാതെ ധാരാളം പേർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. എന്താണ് അവകാശം? ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണ് അവകാശങ്ങൾ. അവകാശ സംരക്ഷണത്തിന് ആവശ്യമായ നടപടികൾ എല്ലാ രാജ്യങ്ങളിലെയും ഗവൺമെന്റുകൾ സ്വീകരിക്കാറുണ്ട്. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. എന്താണ്? ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. ഇന്ത്യയുടെ അവകാശ പത്രിക മൗലിക അവകാശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയുടെ അവകാശ പത്രിക എങ്ങനെ അറിയപ്പെടുന്നത്? മൗലിക അവകാശങ്ങൾ. ഓക്കെ. മാഗ്ന കാർട്ട 1215. 1215 ഒപ്പുവെച്ച മാഗ്ന കാർട്ടയിലാണ് ആധുനിക മനുഷ്യാവകാശ സങ്കല്പത്തിന്റെ തുടക്കം.
രാജാവ് ഉൾപ്പെടെ ആരും നിയമത്തിന് അതീതരല്ല എന്ന് മാഗ്ന കാർട്ട എടുത്തു പറയുന്നു. വ്യക്തി സ്വാതന്ത്ര്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യവസ്ഥകൾക്ക് അത് രൂപം നൽകി. രാജാധിപത്യത്തിന് അതിരുകൾ നിശ്ചയിച്ച മാഗ്ന കാർട്ട ജനായത്ത ഭരണക്രമത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് കൂടിയാണ്. മഹത്തായ വിപ്ലവം 1688. അവകാശ സംരക്ഷണത്തിനും ജനാധിപത്യ ഭരണക്രമത്തിനും നിയമവാഴ്ചയ്ക്കും വേണ്ടി രക്തച്ചൊരിച്ചിൽ കൂടാതെ ഇംഗ്ലീഷ് ജനത നടത്തിയ വിപ്ലവമാണ് മഹത്തായ വിപ്ലവം. യുദ്ധമോ സംഘർഷമോ ഇല്ലാതെ രാജാവിനെ മാറ്റുകയും പാർലമെന്റിന്റെ അധികാരം ഉറപ്പിക്കുകയും ചെയ്തു. ഫ്രഞ്ച് വിപ്ലവം. സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രഞ്ച് ജനത നടത്തിയ സമരമാണ് ഫ്രഞ്ച് വിപ്ലവം. രാജാധികാരത്തിനെതിരെ ജനകീയ പരമാധികാരം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടു. 1789 ഫ്രാൻസിലെ ജനപ്രതിനിധി സഭ അംഗീകരിച്ച മനുഷ്യന്റെ അവകാശങ്ങൾ മനുഷ്യാവകാശം എന്ന ആശയത്തിന് ഊന്നൽ നൽകി. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്ന ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പ്രഖ്യാപിച്ചു. 1787 പ്രാബല്യത്തിൽ വന്ന അമേരിക്കൻ ഭരണഘടന അവകാശങ്ങൾക്ക് നിയമപരിരക്ഷ നൽകി. അടുത്തത് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം 1948. UN ചാർട്ടറിനെ അടിസ്ഥാനമാക്കി 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച മനുഷ്യാവകാശ രേഖയാണ് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു. മനുഷ്യാവകാശ ദിനം എന്നാണ്? ഡിസംബർ 10. പൗരന്റെ മൗലിക സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും പ്രഖ്യാപനത്തിലെ 30 അനുച്ഛേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഇത് ഐക്യരാഷ്ട്ര സഭയിലെ എല്ലാ അംഗരാജ്യങ്ങളും നടപ്പാക്കണം. ഓക്കെ, നോക്കിക്കേ, ഇവിടെ ചില പേപ്പർ കട്ടിങ്സ് കാണിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. മനുഷ്യാവകാശങ്ങൾ. പെരിയാർ മലിനീകരണം, തീരദേശവാസികൾ ആശങ്കയിൽ. ഇന്ത്യയിൽ അസംഘടിത മേഖലയിലെ തൊഴിൽ ചൂഷണം വർദ്ധിക്കുന്നു. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. വിപുലമായ പരിപാടികൾ. ശിവകാശിയിലെ പടക്ക നിർമ്മാണ ഫാക്ടറിയിലെ കുട്ടികളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെന്ന് റിപ്പോർട്ട്. നോക്കിക്കേ, അവകാശ നിഷേധങ്ങൾക്കിടയാക്കുന്ന ചില സാഹചര്യങ്ങളും അവ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമവുമാണ് കൊളാഷിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അവകാശ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. ആധുനിക കാലത്ത് അവകാശങ്ങളെ പൊതുവെ മനുഷ്യാവകാശങ്ങളെന്ന നിലയ്ക്കാണ് വിലയിരുത്തപ്പെടുന്നത്. മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. ഇവിടെ നോക്കിക്കേ, സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു, പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു. അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ്. ഇനി നോക്കിക്കേ, 1948 ഡിസംബർ 10 നിലവിൽ വന്ന സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില അവകാശങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവസരം, സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം. മനുഷ്യാവകാശ സംരക്ഷണത്തിനു വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെയും രൂപീകരണം. ജീവിക്കാനുള്ള അവകാശം എന്നാൽ അന്തസ്സോടെയുള്ള ജീവിതം എന്നാണ് അർത്ഥമാക്കുന്നത്. ശുദ്ധവായു, ശുദ്ധജലം, മതിയായ പോഷകാഹാരം എന്നിവയൊക്കെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യാവകാശ സംരക്ഷണത്തിനു വേണ്ടി ദേശീയ തലത്തിൽ കൈക്കൊണ്ട പ്രധാന നടപടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം. 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമമനുസരിച്ചാണ് കമ്മീഷന് രൂപം നൽകിയത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെന്റ് നോക്കണ്ട, കാരണം 2019 ഭേദഗതി ചെയ്ത ശേഷം എങ്ങനെയാണ് ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ അല്ല 6 അംഗങ്ങളാണ്. ചെയർമാൻ പ്ലസ് 5 അംഗങ്ങളായിട്ടാണ് വരുന്നത്. പിന്നെന്താ പറയുന്നത്? പിന്നെ പറയുന്നത് ചെയർമാൻ എന്ന് പറയുന്നത് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി. ഇവിടെ ജസ്റ്റിസ് രംഗനാഥ മിശ്ര
മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ നോക്കിക്കേ. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ മേൽ അന്വേഷണം നടത്തുക, ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക, മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങിയതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലകൾ തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഉള്ളത്. മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. നോക്കിക്കേ, കുട്ടികളുടെ അവകാശങ്ങൾ. ഇനി നമ്മൾ നോക്കുന്നത് കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ചാണ്. ഇവിടെ കുട്ടികൾ പറയുന്നത് എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യം എൻ്റെ അവകാശമാണ്, പേരിനും ദേശീയതയ്ക്കും എനിക്ക് അവകാശമുണ്ട്, പഠിക്കാൻ എനിക്ക് അവകാശമുണ്ട്, ബാലവേലയിൽ നിന്ന് സംരക്ഷണം എൻ്റെ അവകാശമാണ്. കുട്ടികളുടെ ഏതാനും അവകാശങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് സവിശേഷമായ അവകാശങ്ങൾ ആവശ്യമാകുന്നത്? എന്തൊക്കെയാണ് കുട്ടികളുടെ അവകാശങ്ങൾ? നോക്കിക്കേ, ബാല്യത്തിൻ്റെ ശാരീരികവും മാനസികവുമായ അവസ്ഥ കുട്ടികളെ സവിശേഷ പരിഗണന അർഹിക്കുന്നവരാക്കുന്നു. അതിനാൽ കുട്ടികളുടെ അവകാശ സംരക്ഷണം വളരെ പ്രധാനമാണ്. വിദ്യാഭ്യാസം കുട്ടികളുടെ പ്രധാന അവകാശമാണ്. 2019 പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം RT ആക്ട് ഇത് എടുത്തു പറയുന്നു. എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെ പ്രായമായ കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഇത് ഉറപ്പാക്കുന്നു. പഠനാനുകൂല അന്തരീക്ഷവും അടിസ്ഥാന സൗകര്യങ്ങളും കുട്ടികളുടെ അവകാശമാണ്. നോക്കിക്കേ, പഠിക്കാനുള്ള അവകാശം കുട്ടികളുടെ അവകാശമാണ്. ഇവിടെ പറയുന്നത് എന്താണ്? കൂടുതൽ അവകാശങ്ങൾ എന്തൊക്കെയാണ്? അതിജീവനത്തിനും സംരക്ഷണത്തിനും പൂർണ്ണ വികാസത്തിനുമുള്ള അവകാശം, മാനസികവും ശാരീരികവുമായ പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണത്തിനും പരിചരണത്തിനുമുള്ള അവകാശം. കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നിലനിൽക്കുമ്പോൾ തന്നെ അവർ വിവിധ തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. ഇവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട്, കണ്ടോ? കുട്ടികൾ ബാലവേല ചെയ്യുകയാണ് അല്ലേ? കുട്ടികളെ കൊണ്ടവിടെ പണിയെടുപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ്? കുട്ടികളുടെ അവകാശങ്ങൾ അവിടെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ധാരാളം നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെയും സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെയും രൂപീകരണം. കുട്ടികളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ ബാലാവകാശ കമ്മീഷനെ സമീപിക്കാനും പരാതിപ്പെടാനും അവകാശമുണ്ട്. ഇവിടെ മലാല യൂസഫ്സായി അതുപോലെ തന്നെ കൈല സത്യാർത്ഥി അവരെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും പ്രധാനപ്പെട്ടതാണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. നോക്കിക്കേ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയതിന് 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ആർക്ക് ലഭിച്ചു? മലാല യൂസഫ്സായിക്ക്. അടുത്തത് കൈല സത്യാർത്ഥി. 2014 മലാലയോടൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിച്ചു. അടുത്ത നോക്കിക്കേ, സ്ത്രീകളുടെ അവകാശങ്ങൾ. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് എല്ലാ സ്ഥാപനങ്ങളും വനിതാ സെൽ രൂപീകരിക്കണം. ഹൈക്കോടതി, റെയിൽവേ സ്റ്റേഷനുകളിൽ വനിതകൾക്ക് പ്രത്യേക വിശ്രമ കേന്ദ്രങ്ങൾ. നിർഭയ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ നിയമ നടപടി. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% വനിതാ സംവരണം. അപ്പോൾ ഈ വാർത്താ കട്ടിംഗ് ഒക്കെ എന്താണ്? ഇതൊക്കെ പറയുന്നത് സ്ത്രീകളുടെ സംരക്ഷണവും അവർക്ക് എന്താണ് ഇക്വാലിറ്റി നൽകുന്നതിനെ കുറിച്ചാണ്. നമുക്ക് നോക്കാം. തുല്യ ജോലിക്ക് തുല്യ വേതനം. രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ മേഖലയിൽ തുല്യ പരിഗണന. സ്കോളർഷിപ്പുകൾ, പഠന സഹായങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിൽ തുല്യ അവസരം. എല്ലാ നിലയിലും പുരുഷന് തുല്യമായ പരിഗണന സ്ത്രീയുടെ അവകാശമാണ്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷനും പ്രവർത്തിക്കുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, അവകാശ നിഷേധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ കമ്മീഷന് സമർപ്പിക്കാവുന്നതാണ്.
പരാതികൾ അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ കമ്മീഷൻ കൈക്കൊള്ളുന്നതാണ്. നോക്കിക്കേ, അവകാശങ്ങളും കടമകളും. നമുക്ക് അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ എന്തുണ്ട്, കടമകളും ഉണ്ട്. അപ്പോൾ ഇവിടെ അവകാശങ്ങളും കടമകളും പട്ടികയെ കാണിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. സ്വാതന്ത്ര്യം എൻ്റെ അവകാശമാണ്. ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും നൽകുക എൻ്റെ കടമയാണ്. കുട്ടി എന്ന നിലയിൽ സംരക്ഷണം എൻ്റെ അവകാശമാണ്. എന്നെ സംരക്ഷിക്കുക മാതാപിതാക്കളുടെ എന്താണ്, കടമയാണ്. വാർദ്ധക്യത്തിൽ സംരക്ഷണം മാതാപിതാക്കളുടെ അവകാശമാണ്. വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എൻ്റെ കടമയാണ്. വിദ്യാഭ്യാസവും അതിനുള്ള അടിസ്ഥാന സൗകര്യവും എൻ്റെ അവകാശമാണ്. സ്കൂൾ നിയമങ്ങൾ അനുസരിക്കുക എൻ്റെ കടമയാണ്. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് പരിഹരിച്ച് കിട്ടാൻ എനിക്ക് അവകാശമുണ്ട്. രാഷ്ട്ര സേവനവും സമൂഹ സേവനവും എൻ്റെ കടമയാണ്. ഏതാനും അവകാശങ്ങളും അനുസൃതമായ ചില കടമകളുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. കടമകളില്ലാതെ അവകാശങ്ങൾ നിലനിൽക്കുകയില്ല. നോക്കിക്കേ, ക്രോഡീകരിച്ച് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ച് നോക്കാമേ. ഗവൺമെന്റുകളെ ജനാധിപത്യ ഗവൺമെന്റ് എന്നും ജനാധിപത്യേതര ഗവൺമെന്റ് എന്നും തരംതിരിക്കാം. ജനാധിപത്യ ഗവൺമെന്റുകളെ ഇതര ഭരണക്രമത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം എന്താണ്? അവ ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ്. ഭരണഘടന ഉൾപ്പെടുത്തി ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. ആധുനിക കാലത്ത് അവകാശങ്ങൾ പൊതുവെ മനുഷ്യ അവകാശങ്ങൾ എന്ന നിലയിലാണ് കണക്കാക്കുന്നത്. കുട്ടികളുടെ അവകാശങ്ങൾ, സ്ത്രീകളുടെ അവകാശങ്ങൾ തുടങ്ങിയവയ്ക്ക് മനുഷ്യാവകാശങ്ങളോടൊപ്പം പ്രത്യേക പരിഗണന നൽകിയിരിക്കുന്നു. അവകാശങ്ങളോടൊപ്പം നമുക്ക് കടമകളുമുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഉണ്ട് ഈ ചാപ്റ്ററിൽ. ശരി, നമുക്ക് വേറൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.